നമസ്കാരം. കേരള രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പാതയിലാണ് ഓരോ പാർട്ടിയും. കേരളത്തിലെ രാഷ്ട്രീയ രംഗം പതിറ്റാണ്ടുകളായി ഇടതുപക്ഷവും കോൺഗ്രസും നയിക്കുന്ന മുന്നണികൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടങ്ങളാൽ ശ്രദ്ധേയമാണ്. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്ഥാനം നേടിയ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രബലരായ നേതാക്കളെ കണ്ണായിടങ്ങളിലൊക്കെ നിർത്തി കുത്തക തകർക്കാനാണ് BJP ഇക്കുറി ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജില്ലാ ഘടകങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മാറുകയാണ്. 6 മണ്ഡലങ്ങളാണ് ശോഭയുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ സജീവവും ശ്രദ്ധേയവുമായ വനിതാ നേതാവാണ്. പാർട്ടിയുടെ വനിതാ മുന്നണിയിലൂടെയാണ് അവർ പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ ശ്രദ്ധ നേടിയത്. തീവ്രമായ രാഷ്ട്രീയ പ്രസംഗ ശൈലിയും നിലപാടുകളിലെ വ്യക്തതയും അവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേറിട്ട വ്യക്തിത്വമാക്കി. സംസ്ഥാനത്തുടനീളം വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ച അനുഭവം അവർക്കുണ്ട്. ഓരോ മത്സരവും വിജയം എന്ന നിലയിൽ അവസാനിച്ചിട്ടില്ല എങ്കിലും വോട്ട് ശതമാനത്തിലെ വർധനവും സംഘടനാ വളർച്ചയിലും അവർ വഹിച്ചു വരുന്ന പങ്കും രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടിപ്പിച്ച പ്രകടനം BJPക്ക് ആത്മവിശ്വാസം നൽകിയ ഘടകമായി. പരമ്പരാഗതമായി ശക്തമായ മുന്നണികളുള്ള മണ്ഡലങ്ങളിൽ പോലും BJPക്ക് ഗണ്യമായ വോട്ട് ശതമാനം നേടാൻ കഴിഞ്ഞത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ പശ്ചാത്തലത്തിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി ഘടകങ്ങൾ അവരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പാലക്കാട്, വട്ടിയൂർക്കാവ്, ആലപ്പുഴ എന്നിവിടങ്ങളിലെ സംഘടനാ ഘടകങ്ങൾ അവരുടെ മത്സര സാധ്യതകളെ കുറിച്ച് ആശയവിനിമയം നടത്തിയതായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട്, ചെങ്ങന്നൂർ, കായംകുളം, ആലൂർ എന്നീ മണ്ഡലങ്ങളിൽ അവരെ പരിഗണിക്കണമെന്ന് ചില പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടതായി സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിൽ പരമ്പരാഗത രാഷ്ട്രീയ ശക്തികൾക്ക് ശക്തമായ അടിത്തറയുണ്ടെങ്കിലും പുതുമുഖ വോട്ടർമാരുടെയും യുവജന വിഭാഗത്തിന്റെയും സമീപനത്തിൽ മാറ്റം ഉണ്ടാകുന്നുവെന്ന് ചില വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നു. ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗ ശൈലി, വിഷയങ്ങളിൽ നേരിട്ടിടപെടുന്ന രീതികൾ, കൂടാതെ വനിതാ പ്രാതിനിധ്യത്തെ മുന്നോട്ട് വയ്ക്കുന്ന സമീപനം തുടങ്ങിയവ അവരെ പ്രത്യേക ശ്രദ്ധേയമാക്കും. രാഷ്ട്രീയ ആശയവിനിമയത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഫലപ്രദമായ ഉപയോഗവും അവരെ യുവജനങ്ങളിൽ നിന്ന് സ്വാധീനമുള്ള വ്യക്തിയാക്കി. കേരളത്തിൽ BJP കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വോട്ട് ശതമാനം ഉയർത്തുന്നതിനുമായി വിവിധ തന്ത്രങ്ങൾ സ്വീകരിച്ചു വരുന്നു. പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടൽ, യുവജന സ്ത്രീ വിഭാഗങ്ങളിൽ കൂടുതൽ സാന്നിധ്യം, ദേശീയ നേതൃത്വത്തിന്റെ സന്ദർശനങ്ങൾ തുടങ്ങിയവ പാർട്ടിയുടെ പ്രവർത്തന രീതിയുടെ ഭാഗമായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ, മത സാമുദായിക ഘടകങ്ങൾ, സാമൂഹിക സമത്വ ചർച്ചകൾ, സാമ്പത്തിക വികസന മോഡലുകൾ എന്നിവയുമായി വളരെ ഇഴുകിച്ചേർന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ BJP തങ്ങളുടെ ദേശീയ നയങ്ങളും പ്രാദേശിക ആവശ്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കേരളത്തിൽ BJP കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വോട്ട് ശതമാനം ഉയർത്തുന്നതിനുമായി വിവിധ തന്ത്രങ്ങൾ സ്വീകരിച്ചു വരുന്നു. പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടൽ, യുവജന സ്ത്രീ വിഭാഗങ്ങളിൽ കൂടുതൽ സാന്നിധ്യം, ദേശീയ നേതൃത്വത്തിന്റെ സന്ദർശനങ്ങൾ തുടങ്ങിയവ പാർട്ടിയുടെ പ്രവർത്തന രീതിയുടെ ഭാഗമായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ 3 പ്രധാന രാഷ്ട്രീയ ശക്തികൾക്കും നിർണായകമാണ്. ഇടതു മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തങ്ങളുടെ സുസ്ഥിര വോട്ട് ബേസ് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ BJP കൂടുതൽ വ്യാപ്തി നേടാനുള്ള ശ്രമത്തിലാണ്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളെ വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നത് പാർട്ടിയുടെ തന്ത്രപരമായ നീക്കമായി കാണപ്പെടുന്നു. എന്നാൽ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ്, മണ്ഡല സമവാക്യങ്ങൾ, പ്രാദേശിക സമത്വത്തിന്റെ അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം അന്തിമ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കും. കേരളത്തിലെ രാഷ്ട്രീയ രംഗം മാറ്റത്തിന്റെയും അസ്ഥിരതയുടെയും സമന്വയമാണെന്ന് പറയേണ്ടി വരും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സമവാക്യങ്ങളെ വീണ്ടും പരിശോധിക്കുന്ന വേദിയായിരിക്കും. ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ യാത്രയും BJPയുടെ സംസ്ഥാനതല വളർച്ചയും ഈ പശ്ചാത്തലത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നത് പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനങ്ങളിലൂടെയാണ് വ്യക്തമാവുക. എങ്കിലും അവരുടെ സജീവ രാഷ്ട്രീയ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ അതീവ ചർച്ചാ വിഷയമായി മാറുന്നു എന്നുള്ളത് മറച്ചുവെക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം തന്നെയാണ് എന്നതിൽ തർക്കമില്ല.